ഹലോ ഫ്രണ്ട്സ്, ഈ കാണുന്നതല്ലേ ലോങ് ബൂം എക്സ്കവേറ്റർ. പുഴയിലെ ഈ ബോട്ടിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള ഈ മെഷീൻ കൊണ്ടു ചെന്നാൽ കർണാടകയിൽ കുടുങ്ങിക്കിടക്കുന്ന അർജുൻ രക്ഷിക്കാൻ ഇത് പോരെ? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ നിൽക്കുന്നത് കർണാടകയിലായിരിക്കും എന്ന്. കർണാടകയൊന്നും അല്ല, അതീവ കുപ്രസിദ്ധി ആർജിച്ച പെരുമാതുറയിലാണ്. അടിപൊളി കാഴ്ചകൾ ഒരുപാട് കാണാനുണ്ട് ഇവിടെ. അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത, അധികം ആർക്കും അറിഞ്ഞൂടാത്ത കടലിനും കായലിനും ഇടയിലുള്ള നീണ്ടു നിവർന്ന കരപ്രദേശം. മൂന്ന് സൈഡിലും വെള്ളം ചുറ്റപ്പെട്ട അതിവിശിഷ്ടമായ പ്രകൃതിയുടെ അത്ഭുതം. കടലിൻ്റെ ഗ്രാമങ്ങളിൽ ചുരുങ്ങിയ സൗകര്യങ്ങളിൽ വിശാലമായ ജീവിതം കെട്ടിപ്പടുക്കുന്ന ഇഷ്ടം പോലെ കടലിൻ്റെ മക്കൾ. ഈ മണ്ണും ഇവിടുത്തെ ചൂടും എൻ്റെ പാദങ്ങളെ തളർത്തുന്നുവെങ്കിലും ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ വിത്തും കടലിനെ കീഴടക്കാനുള്ള വിൽ പവർ ഉള്ളിലൊളിപ്പിച്ചവരാണെന്ന് അവരുടെ മുഖത്തുണ്ട്. അധിക നേരം നടക്കാതെ തന്നെ മരുഭൂമിയുടെ ഫീലിംഗ് ഉണർത്തുന്ന വലിയൊരു മണൽപ്പരപ്പിലേക്ക് നീലക്കുടയും പിടിച്ച് ഞാൻ നടന്നിറങ്ങി. ആകാശം വിഴുങ്ങി നിൽക്കുന്ന അടിപൊളി ഒരു ബീച്ചുണ്ട് ഇവിടെ. ആരെയും തന്നെ കാണാനില്ല, എങ്കിലും വൈകുന്നേരങ്ങളിൽ സജീവമായിരുന്നിരിക്കണം. അത്യാവശ്യം വൃത്തിയുള്ളൊരു ബീച്ചാണ്. ഇവിടുത്തെ തിരകൾക്ക് പറയാനും വേണ്ടി ശക്തിയൊന്നുമില്ല. അവനവനെ സ്വയം സൂക്ഷിക്കാൻ അറിയാമെങ്കിൽ കടലിൽ കളിക്കാൻ പറ്റിയ ഇടമാണ്. നട്ടുച്ചയ്ക്കാണെങ്കിൽ കടൽ വെള്ളം നല്ല തണുത്തതാണ്. അത്യാവശ്യം നല്ല തണുത്ത കാറ്റുമുണ്ട്. കുറച്ച് കച്ചവടക്കാരൻ നാട്ടുകാരെ ശ്രമിച്ചാൽ വിശാലമാക്കി തീർക്കാവുന്ന വലിയൊരു ബീച്ചാണിത്. ഇവിടെ തിരക്ക് കൂടുമ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിലും അതിന് നിറം പടരും. ഇനി വരുമ്പോൾ ഇവിടെ വിപുലമാകുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ബീച്ചിൽ കണ്ട മൺകുനിൽ വലിഞ്ഞു കയറുമ്പോൾ ആടുജീവിതത്തിലെ പൃഥ്വിരാജിനെ ഓർമ്മ വന്നു. ചെരുപ്പും കൂടെ ഇല്ലായിരുന്നെങ്കിൽ എന്നെ 4 പേർ എടുക്കേണ്ടി വന്നേനെ. തീരത്തോട് ചേർന്ന വീടുകളുടെ മറുവശത്ത് കാറ്റാടി മരങ്ങളും കുറേയേറെ ഉണ്ട്. എനിക്ക് തോന്നുന്നു തണുത്ത കാറ്റിൻ്റെ കാര്യത്തിൽ സ്വാധീനം ചെലുത്തുന്നത് ഈ കാറ്റാടി മരങ്ങളായിരിക്കാം. തിരികെ നടന്ന് തൊട്ടപ്പുറത്തുള്ള അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. ഈ കാണുന്ന മേൽപ്പാലം ഇല്ലായിരുന്നെങ്കിൽ ഈ നാട് പുറം ലോകം പോലും അറിയില്ലായിരുന്നു. പാലത്തിൻ്റെ വശത്ത് അനധികൃതമാണെങ്കിലും 1-2 പെട്ടിക്കടകളുണ്ട്. വെയിലത്ത് നടന്ന് തളർന്നു വരുന്നവർക്ക് അതൊരു വലിയ. സർക്കാർ അവരുടെ കഞ്ഞിയിൽ പാറ്റിയിടാത്തത് എന്തുകൊണ്ടോ എനിക്കും ഒരനുഗ്രഹമായി. അങ്ങനെ പാലത്തിൻ്റെ ഒത്ത നടുക്കെത്തുമ്പോൾ മുതലപ്പുഴയുടെ വിശ്വരൂപം കാണാം. നിരവധി പേരുടെ ജീവനെടുത്ത മത്സ്യത്തൊഴിലാളികളുടെ പേടി സ്വപ്നമായ മുതലപ്പുഴയുടെ വായ്ഭാഗമാണിത്. പാലത്തിൻ്റെ ഇടതുവശത്തു കൂടി താഴ്ഭാഗത്തുള്ള പാർക്കിങ്ങിലേക്ക് പോകാം. മുമ്പ് ഇവിടെ വരുമ്പോൾ ഇവിടെ ഇത്ര വിശാലമായൊരു പാർക്കിംഗ് സൗകര്യം ഉണ്ടായിരുന്നില്ല. ടൂറിസം വളർത്താൻ അധികൃതർ തീരുമാനിച്ചു എന്നതിൻ്റെ സൂചനയാണിത്. പുഴയുടെ തീരത്ത് കൂടി നീണ്ടു നിവർന്നു കിടക്കുന്ന ഈ കോൺക്രീറ്റ് പാത കടലിൻ്റെ അറ്റത്തേക്കാണ് നീങ്ങുന്നത്. ആവേശമൊത്ത് വലിയ വാഹനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയാൽ ഏകദേശം 3/4 കിലോമീറ്ററോളം റിവേഴ്സ് എടുക്കേണ്ടി വരും. അതേതായാലും വേണ്ടെന്ന് വെച്ചു. പാർക്കിങ്ങിൽ വണ്ടി ഒതുക്കി പതുക്കെ നടക്കാമെന്ന് കരുതി. പതുക്കെ കയറി ചെല്ലുന്നത് കൂളായ ഒരു അറ്റ്മോസ്ഫിയറിലേക്കാണ്. വേണമെങ്കിൽ ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ നടത്താവുന്ന ഒരു ചെറിയ ചതുരം. അവിടെയുള്ള കാറ്റാടി മരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ കവിതയും കഥയുമൊക്കെ മനസ്സിലോടി വരും. ആഫ്രിക്കൻ പായൽ തഴച്ചു വളരുന്ന ചെറിയ താഴ്വര നോക്കി കമിതാക്കളും നേരം പോക്കാറുണ്ട്. പ്രീ വെഡിങ് ഷൂട്ടുകൾക്ക് പറ്റിയൊരു ലൊക്കേഷനായി എനിക്ക് തോന്നി. എൻ്റെ തോന്നൽ മാത്രമല്ല, പലരും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബീച്ച് അത്ര ശാന്തമല്ല. ആൾക്കാരൊക്കെ നിൽപ്പുണ്ടെങ്കിലും അത്യാവശ്യം ശക്തമായ തിരമാലകളാണ്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ആരും അധികം കടലിലേക്ക് ഇറങ്ങുന്നില്ല. അങ്ങനെ തീരം നോക്കി നിന്നാൽ പോരല്ലോ. ഇനിയാണ് ഇവിടെ കാണേണ്ട കാഴ്ച. നമുക്കപ്പോൾ അങ്ങോട്ട് പോകാം. അവിടെ നിന്നും കടലിലേക്ക് കൂട്ടിയിട്ട പാറകളുടെ മുകളിലൂടെ അതീവ ജാഗ്രതയോടെ ഞാൻ നടന്നു. അവിടെ നിൽക്കുമ്പോൾ ചെറിയ കട്ടമരങ്ങളിൽ നിന്ന് മീൻ വല വലിച്ചു കയറ്റുന്ന ചെറുപ്പക്കാരെ കാണാം. തീരത്തിരുന്ന് ചൂണ്ടിടുന്നവരും നിരവധിയാണ്. ആനന്ദത്തിനായും ആവശ്യത്തിനായും ആളുകൾ ചൂണ്ടിടാറുണ്ട് ഇവിടെ. അങ്ങനെ ഞാൻ വന്ന സമയത്ത് ചൂണ്ടയിൽ കുടുങ്ങിയൊരു മീനാണത്. അതിൻ്റെ ഭാഗ്യക്കേടും എൻ്റെ ഭാഗ്യവും. ആദ്യമായാണ് ജീവനുള്ള മീനിനെ ഇങ്ങനെ ഞാൻ കയ്യിൽ പിടിക്കുന്നത്. നല്ല വെയിറ്റ് ഉണ്ട് ഗൈസ്. പോരാത്തിനത് പിടയ്ക്കുന്നുമുണ്ട്. നടക്കുന്ന വഴിയിലൊക്കെ തന്നെ അപ്പോൾ ചൂണ്ടയിട്ട് പിടിച്ച മീനുകൾ പിടയ്ക്കുന്നു. ഞാൻ അങ്ങനെ ആദ്യമായി ലൈവായി മീൻ പിടിക്കുന്നത് കണ്ടു. ഒരു ചൂണ്ടയിൽ തന്നെ ഒരേ സമയം 2-3 ചിലപ്പോഴേക്ക് അതിലേറിയ മീനുകൾ കുടുങ്ങാറുണ്ട്. ഈ കടലിൻ്റെ മത്സ്യസമ്പത്ത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഒറ്റയ്ക്കും കൂട്ടായും അവിടെ ഇവിടെ നിന്ന് ആളുകൾ മീൻ പിടിക്കുന്നുണ്ട്. അവരവരുടെ ആവശ്യത്തിനെടുത്ത ശേഷം ബാക്കിയുള്ളത് വിൽക്കാറുമുണ്ട്. പിടയ്ക്കുന്ന മീനിൻ്റെ വായിൽ നിന്നും ചൂണ്ട ഊരിയെടുക്കുന്ന വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഞാനിപ്പോൾ പകർത്തുന്നത്. കണ്ടാൽ കഷ്ടം തോന്നുമെങ്കിലും എൻ്റെ ഉള്ളിലുള്ള മാംസഭോജിയായ മീൻ കൊതിച്ച് ഇത് തടയാൻ അനുവദിക്കുന്നില്ല. കൊന്നാൽ പാപം തിന്നാൽ തീരുമെന്നല്ലേ. അതുകൊണ്ട് അതവർ കൊണ്ടുപോയി തിന്ന് പാപം തീർക്കട്ടെ. ഈ കാണുന്ന മത്സ്യബോട്ടുകൾ കൂറ്റൻ തിരയിൽ ഉയർന്നു പൊങ്ങുമ്പോഴാണ് മിക്കപ്പോഴും ഇവിടെ അപകടം ഉണ്ടാകുന്നത്. പഴക്കം ചെന്ന ബോട്ടുകളാകുമ്പോൾ ഈ തിരയോട് ഏറ്റുമുട്ടാനുള്ള കരുത്ത് അവർക്കില്ലാതെ വരുന്നു. പോരാതെ തന്നെ കടലിലേക്ക് ഒഴുകിയിറങ്ങുന്ന അനധികൃതമായ നിർമ്മിതികളും കടൽക്ഷോഭത്തിനും കൂറ്റൻ തിരമാലകൾക്കും വഴിയൊരുക്കുന്നു. ഇത് തന്നെയാണ് മുതലപ്പുഴയെ കുപ്രസിദ്ധമാക്കുന്നത്. മുതലപ്പുഴയുടെ വാർത്തയില്ലാത്ത ന്യൂസ് ചാനലുകളും മലയാള പത്രങ്ങളും ചുരുക്കമാണ്.
ഈ തീരത്തെ തിരമാലകൾ കരയിൽ നിൽക്കുന്ന എന്നെ പോലും പേടിപ്പിക്കുന്നു. അപ്പോൾ പിന്നെ മരക്കഷ്ണത്തെ വിശ്വസിച്ച് കടലിൽ ഇറങ്ങുന്നവരുടെ കാര്യം പറയണ്ടല്ലോ. ഉൾക്കടലിൽ നിന്നും 2-3 ദിവസത്തിന് ശേഷം പിടിച്ച മീനുകളുമായി ഇവിടെ ഹാർബറിലേക്ക് തിരിച്ചു വരുന്ന അത്യാവശ്യം വലിയ ഫിഷിംഗ് ബോട്ടുകളും ഈ തീരത്തെ സജീവമായ കാഴ്ചയാണ്. അത്രയൊന്നും സമയമെടുക്കാതെ കത്തിജ്വലിക്കുന്ന സൂര്യനെ മറച്ചുകൊണ്ട് മഴമേഘങ്ങൾ ഈ തീരത്ത് പെയ്തിറങ്ങി. മഴ പെയ്തപ്പോൾ തിരമാലകൾ അതിവേഗം ഉരുണ്ടുകൂടി ഭയാനകമായ രീതിയിൽ പൊഴിയിലേക്ക് പ്രവേശിക്കുന്നു. അധിക നേരം താമസിക്കാതെ തന്നെ മഴ മാറി മാനവും തെളിഞ്ഞു. നിന്ന നിൽപ്പിൽ കാലുമാറുന്ന കാലാവസ്ഥ ഇവിടം കൂടുതൽ അപകട സാധ്യത മേഖലയാക്കുന്നു. ഇവിടെ നിൽക്കുമ്പോൾ അക്കരത്തെ കാഴ്ച കർണാടകയിലെ ഷിരൂരിലെ രക്ഷാപ്രവർത്തനം പോലെ തോന്നും. അധിക നേരം ഇവിടെ ചിലവഴിക്കുന്നത് ശരിയാവില്ല. കാർമേഘങ്ങൾ പിന്നെ ഉരുണ്ടുകൂടുന്നു. അടുത്ത മഴയ്ക്ക് മുമ്പേ ഹാർബർ കൂടി നിങ്ങളെ കാണിക്കണമെന്നുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് ഹാർബർ. അതുകൊണ്ട് വണ്ടി ഇവിടെ ഇട്ടിട്ട് നടന്നു തന്നെ പോകാമെന്ന് കരുതി. ഇന്ന് ഞായറാഴ്ചയാണ്. ഹാർബറിൽ വളരെ കുറച്ച് ബോട്ടുകൾ മാത്രമേ ഉള്ളൂ. ഒട്ടും തന്നെ തിരക്കില്ല. ബോട്ടുകളുടെ ഉൾവശം കാണിക്കാമെന്ന് കരുതി. ഒറ്റ നോട്ടത്തിൽ ഓറഞ്ചുകൾ കൂട്ടിയിട്ടിരിക്കുന്ന പോലെ തോന്നി. വളരെ മനോഹരമായൊരു കാഴ്ചയാണിത്. ബോട്ടുകളിൽ കൊണ്ടുവന്ന മീനുകളുമായി തിരികെ വീട്ടിലേക്ക് പോകുന്നതും കാണാം. ഇനി എൻ്റെ അനിയൻ എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ കൂടി കാണിക്കാം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം. പിന്നെ മറക്കാതെ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ.